ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, നമുക്കും സുഖം തന്നെ. ഞാൻ ആദ്യം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇല്ലേ കുറച്ച് വെളുത്തുള്ളിയെല്ലാം തോല് കളഞ്ഞിട്ട് നമ്മൾ ഹണി ഗാർലിക് ഉണ്ടാക്കൂലേ, ഫെർമെൻറ്റഡ് ഹണി ഗാർലിക്, ഒന്നുമില്ല തേനിൽ വെളുത്തുള്ളി ഇട്ട് വെച്ചിട്ട് കഴിക്കൂലേ. ഇതെന്തിനാന്ന് പറഞ്ഞാൽ ഇതിന് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അറിയാത്തവരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. പക്ഷേ ഇത് ഡെയിലി കഴിക്കുന്ന, ഇത് ഫോളോ ചെയ്യുന്ന കുറേ ആളുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് മുന്നേ ഗ്ലോയിങ് സ്കിന്നിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ. പക്ഷേ ഇത് ശരിക്കും ഗ്ലോയിങ് സ്കിന്നിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ, പിന്നെ ഹാർട്ടിൻ്റെ ഹെൽത്തിന്, പ്രഷർ, കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളെല്ലാം കൺട്രോൾ ചെയ്യാൻ, പിന്നെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് എല്ലാം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ഹണി ഗാർലിക്, ഫെർമെൻറ്റഡ് ഹണി ഗാർലിക്. പിന്നെ ഇതിൽ ആൻറ്റി ബാക്ടീരിയൽ എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഫംഗസിനെ കൺട്രോൾ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറേ ബെനിഫിറ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ മുഖക്കുരുവെല്ലാം വരുന്നവരാണെങ്കിൽ അതെല്ലാം കൺട്രോൾ ചെയ്യാൻ ഇത് അടിപൊളിയാന്ന് പറയും. ഡെയിലി കഴിക്കണം കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിൽ രണ്ടിലും, വെളുത്തുള്ളിയിലും തേനിലും ആൻറ്റി ഓക്സിഡൻസും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ആക്നെ, മുഖക്കുരു ഒന്നും എല്ലാം വരൂല, കൺട്രോളാവുന്ന ഫുള്ളായിട്ട് അങ്ങനെ പോകുന്നല്ല, പക്ഷെ വരുന്നത് കുറയും. അതിൽ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ എലമെൻറ്റ്സ് എല്ലാം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുഖക്കുരു വരാൻ ഒന്നുകിൽ ഫംഗസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ബാക്ടീരിയ, അല്ലെങ്കിൽ ഫാറ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള സംഭവം ഇങ്ങനെ ചെയ്താൽ, തേനിൽ വെളുത്തുള്ളി ഇട്ട് വെച്ച് കഴിച്ചാൽ കൺട്രോൾ ആവുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഇടുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം, ഗ്ലാസ് ജാറിൽ വേണം ഇടാൻ. പ്ലാസ്റ്റിക് ജാറിലൊന്നും ഇടണ്ട. പിന്നെ അത് നല്ലോണം ക്ലീൻ ആവണം, വെള്ളം ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വന്നു കുറേ ദിവസം വെക്കുമ്പോൾ. അപ്പം നല്ലോണം ഡ്രൈ ആക്കി കഴിഞ്ഞിട്ട്, വെളുത്തുള്ളി ഞാൻ കഴുകിയിട്ടില്ല, വെളുത്തുള്ളി തൊലിൻ്റെ ഉള്ളിലുള്ളതല്ലേ, കഴുകിയിട്ടില്ലെങ്കിലൊന്നും പ്രശ്നമില്ല. കഴുകിയാൽ എന്തായാലും വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ കഴുകാൻ നിന്നിട്ടില്ല. എന്നിട്ട് തീരെ കഴിക്കാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിലേ ഇങ്ങനെ വെളുത്തുള്ളിക്ക് ഇങ്ങനെ കുത്തിട്ട് കൊടുത്തിട്ട് അതിൽ അങ്ങനെ ഇട്ട് വെച്ചാൽ മതി, അല്ലെങ്കിൽ കുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അങ്ങനെ ഡെയിലി കഴിക്കുമ്പോൾ അങ്ങ് ശീലമായിക്കോളും. പിന്നെ ഇത് കഴിച്ചാൽ സ്കിന്ന് നല്ല ഗ്ലോ ആവുന്നും കൂടി പറയട്ടാ. ട്രൈ ചെയ്തവരെല്ലാം ഇങ്ങനെ റിസൾട്ടെല്ലാം ഞാൻ കുറേ ചെയ്ത് കണ്ടിനെ. എന്നിട്ട് വേണ്ടേ എന്താ പറയുക, തേൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക, വെളുത്തുള്ളി തേനിൽ മുങ്ങിക്കിടക്കണം, അത്രയേ ഉള്ളൂ. ഇതെന്നിട്ട് ഒരു ദിവസം കഴിക്കണ്ട, ഒരു ദിവസം അങ്ങനെ തന്നെ വെക്കുക, ഓപ്പൺ ആക്കാണ്ട് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം തൊട്ടിട്ട് രാവിലെ വെറും വയറ്റിൽ ഒരു വെളുത്തുള്ളിയും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം തേനും അങ്ങനെ തന്നെ എടുത്ത് കഴിച്ചാൽ മതി. ഇത് ഓവർ കഴിക്കാൻ പാടില്ല കേട്ടോ, വെറും വയറ്റിലല്ലേ കഴിക്കുന്നത്. അതുകൊണ്ട് ഒരു പീസ് വെളുത്തുള്ളിയും ഒരു 1/2 ടീസ്പൂണ് തേനും മാത്രം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഫെർമെൻറ്റഡ് ഹണി ഗാർലിക്കിന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. പക്ഷേ ഇത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ വെറും വയറ്റിൽ കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ചായയോ അല്ലെങ്കിൽ വെള്ളമോ കുടിച്ചിട്ടായാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഓവർ ഫുഡിൻ്റെ ഇടയ്ക്ക് കഴിച്ചാൽ ഇതിനത്ര റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു ദിവസം 2 ദിവസമല്ല, കുറേ നമുക്ക് ഡെയിലി ഇത് കഴിക്കാം, എന്നാലേ സ്കിന്നും എല്ലാം നല്ല മാറ്റം ഉണ്ടാവുമെന്ന് പറയും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഇവിടെ ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല, ഒരു 10 ദിവസം, ഒരു വിൻ്റർ വെക്കേഷനാണ് കേട്ടോ. 10-12 ദിവസം ഉണ്ടാവും. അപ്പോൾ നമ്മളെങ്ങനെയെല്ലാം പോകുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഇവിടെ ഡൈനിങ് റൂമിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. പിന്നെ ആലുവിൻ്റെ 2 ബേബീസിനെ ഞാൻ നോക്കില്ലേനു കേട്ടോ. ഇതിനെല്ലാം വൃത്തിയിടാൻ. ഇന്നലെ ഓളെന്തോ ചോക്ലേറ്റ് തിന്നുമ്പോൾ ഇങ്ങനെ മുത്തിയതാണ്, കിസ് ചെയ്തതാണ്. അതിൻ്റെ മുകളിൽ നോക്കിയാൽ ഇങ്ങനെ കുളിച്ചു കൊടുക്കാനായിന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുളിച്ചു കൊടുക്കും കേട്ടോ രണ്ടിനെയും, അല്ലെങ്കിൽ വെറും വൃത്തിയിടാം. എപ്പോഴുള്ള കൈമൽ തന്നെ ഉണ്ടാവുമല്ലോ. അന്നേരം ഓളെ വൃത്തിയാക്കുന്ന പോലെ തന്നെ ഇതിനെ വൃത്തിയാക്കലും ഒരു പണി തന്നെയാണ്. പിന്നെ ഓളെ ഈ ഒരു ഏജിൻ്റെ ഒരു ക്രേസ് അല്ലേ, പിന്നെ ഞാനിങ്ങനെ ക്ലീനാക്കി കൊടുക്കും. പിന്നെ ഇന്ന് ഇപ്പം ഞാൻ കുറേ ദിവസമായിട്ട് അങ്ങനെ പെൻഡിങ്ങിൽ വെച്ച, സമയം കിട്ടായിട്ട് വെച്ച ഒരു പണി ചെയ്യാൻ പോകില്ല. എന്നിട്ട് ഞാൻ ആ സോഫ കവർ വാങ്ങിയിട്ട് കുറേ ദിവസമായി ഒന്ന് കട്ട് ചെയ്തിട്ട് വിരിക്കണമെന്ന് കുറേ ആയി വിചാരിക്കുന്നത്. ഈ മെഷീനൊന്ന് എടുത്തിട്ട് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കണ്ടേ, അതിനുള്ള സമയം എനിക്ക് കിട്ടുന്നില്ലേനു. പിന്നെ ഇത് ഞാൻ കുറേ കാലമായിട്ടാണ് ഇത് ഇലക്ട്രിക് മിനി സ്വിങ് മെഷീനാണ്. ഞാൻ പണ്ട് വീഡിയോ എല്ലാം ചെയ്തതിനുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ റൂമിലേക്ക് മാറിയിട്ടില്ലേ, ഈ റൂമിലേക്ക് മാറിയിട്ട് ഏകദേശം 2 വർഷമാകാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയായിരിക്കും. 2 വർഷമാവാനായി. ഈ റൂമിലേക്ക് വന്നിട്ട് ഞാൻ ഇതുവരെ ആ മെഷീൻ ഞാൻ യൂസ് ആക്കിയിട്ടില്ല. ഇനി വർക്കാവുമോ എന്ന് പോലും അറിയില്ല.
ഇപ്പോൾ ഇതില്ലേ ഈ സോഫ കവർ ഞാൻ 3 വാങ്ങിയത്. അതിൽ നിന്ന് ഇപ്പോൾ 2 വിരിച്ച് നോക്കുമ്പോൾ കുറച്ച് സ്പേസും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ മൂന്നാമത്തെ എടുത്തിട്ട് മൂന്നാമത്തെ പീസിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് വിരിക്കണം. ബാക്കിയുള്ള പീസ് നമുക്ക് ഡൈനിങ് റൂമില്ലേ സെൻട്രാളിൽ ഒരു പീസ് സോഫയും കൂടി ഉണ്ട്. അപ്പോൾ അത് അതിന് ഇടുകയും ചെയ്യാം. അപ്പോൾ കറക്റ്റാണ്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഒരുമിച്ച് വിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചേനു. അങ്ങനെ പിന്നെ നോക്കുമ്പോൾ ഇതെടുത്ത് നമ്മൾ എന്താ പറയുക എടുത്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു മടിക്ക് അങ്ങനെ തന്നെ വെച്ചതാണ്. മടി മാത്രമല്ല സമയമില്ലേനു. പിന്നെ എന്തായാലും അതെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ റഗ്ഗും പുതിയ കാർപ്പറ്റും കൂടി വാങ്ങിയിട്ടുണ്ട്. ഞാനിപ്പം ഇരുന്നിട്ടുള്ള കാർപ്പറ്റും കുറേ വർഷമായി, നമുക്കൊന്ന് 3-4 വർഷമായിട്ടുണ്ടാവും. അതും പഴയ റൂമിലുള്ളവരുള്ളതന്നെയാണ്. എപ്പോഴും ഇപ്പം പൊടിയെല്ലാം എടുക്കും, എന്നാലും കുറേ പഴയതായി. അധികം ഫുഡെല്ലാം കഴിക്കുക കുട്ടികൾ നിലത്തുനിന്നെല്ലാം തന്നെയാണ് ചെറുതിലേ. അങ്ങനെ അതും മാറ്റാമെന്ന് വിചാരിച്ചിന്. പിന്നെ ഈ അളവ് നോക്കുന്ന സാധനങ്ങളില്ലേ, ഇതിനൊന്നും ഞാൻ പുറം ലോകം കാണിക്കില്ല. ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന. അന്നേരം ഇത് ഞാനിപ്പോൾ ഇവിടെ വെച്ചാലില്ലേ, ആലു കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ കളിക്കാനുണ്ടാവും. അങ്ങനെ ഒരു പ്രാവശ്യം എൻ്റെ പഴയത് ഓളെ മുറിച്ചിട്ട് കത്രിക വെച്ചിട്ട് മുറിച്ച് പിന്നെ നമുക്ക് യൂസ് ആക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ എടുത്ത പോലെ തന്നെ അപ്പം തന്നെ കൊണ്ടേക്കും. ആദ്യം ഇത് വർക്കാവുന്നില്ലേനു ഓണാക്കിയിട്ടും. പിന്നെ ഞാനൊന്ന് തിരിച്ചരെല്ലാം പിന്നെ അത് വർക്കായി. ഇതില്ലേ ഞാൻ കുറേ കാലം യൂസ് ആക്കാണ്ട് വെച്ചുകൊണ്ടാന്ന് തോന്നുന്നു മൊത്തം സ്റ്റക്കായിട്ടേനുള്ള. ഇപ്പം ഞാൻ അതിൻ്റെ അടിയിൽ നൂല് കയറ്റല. എനിക്കിത് എങ്ങനെ യൂസ് ആക്കേണ്ടതെന്ന് തന്നെ മറന്നുപോയി. പിന്നെ ഒന്നിങ്ങനെ കണ്ട് പിന്നെ ഓർമ്മ വന്നേരം ഇതിങ്ങനെയാണ് നൂല് കയറ്റേണ്ടതെന്ന് തന്നെ എനിക്ക് ഓർമ്മ വന്നേ. ഞാൻ 4 കൊല്ലം മുന്നേ ഇതിനെപ്പറ്റിയൊരു വീഡിയോ ഇട്ടിനേനു യൂട്യൂബ് തുടങ്ങിയ സമയത്ത്. അന്നേരം ഞാൻ ഇതിൽ ആലൂനും ഇന്നൂനെല്ലാം ഡ്രസ്സെല്ലാം സ്റ്റിച്ച് ചെയ്തിന് കേട്ടാ. പക്ഷേങ്കിൽ ഇപ്പം ഇല്ല, എനിക്കിതെങ്ങനെയാണ്, ഞാൻ കുറേ കാലമായിട്ട് യൂസ് ആക്കാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. പക്ഷേ ഇപ്പോൾ ആ വീഡിയോ വ്യൂ എല്ലാം ഭയങ്കര കൂടുന്നുണ്ട്, പണ്ട് ചെയ്ത വീഡിയോ. എന്നിട്ട് ഇപ്പം എന്നോട് കുറേ ആൾ ഡൗട്ട് ചോദിക്കും, എങ്ങനെയാണ് നൂല് വരേണ്ടത്, എങ്ങനെയാണ് ആക്കേണ്ടത് എന്നെല്ലാം കുറേ ഡൗട്ട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടാവും. എനിക്കാണെങ്കിൽ ഒന്നും റിപ്ലൈ കൊടുക്കാനും തിരിയുന്നില്ല. ഞാനെല്ലാം സ്കിപ്പ് ചെയ്ത് വിടില്ല, കാര്യം ഞാനിത് യൂസ് ആക്കിയിട്ട് കുറേ ആയില്ലേ. ഇതിപ്പം ഞാൻ ശരിയായിന്ന് വിചാരിച്ച് അടിയിലെ ബോബിൻ തന്നെയല്ലേനു പറയാം, അതിൽ നൂലെല്ലാം കയറ്റിയിട്ട് പിന്നെ അടിക്കാൻ നോക്കി. പക്ഷെ സ്റ്റിച്ച് വന്നില്ല. ഇതിപ്പോൾ എങ്ങനെയാണ് ഇത് അടിയിൽ നൂലിട്ട ശരിയായിട്ടില്ലേ ഒന്നും അറിയില്ല. പിന്നെ ഞാൻ 1-2 പ്രാവശ്യം കഴിച്ചിട്ട് നോക്കി, മേലത്തെ നൂലിട്ട ശരിയാവായിട്ടൊന്നും അറിയില്ല. അതിൻ്റെ യൂസർ മാനുവൽ ബുക്ക് എവിടെയാണ് ഉള്ളതെന്നും എനിക്കറിയില്ല. അടിയിലുള്ള നൂല് മേലോട്ടേക്ക് വരുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ ചെയ്ത വീഡിയോ തന്നെ കണ്ടുനോക്കിയിട്ട് വേണം എങ്ങനെയാണ് നൂല് മേലോട്ടേക്ക് എടുക്കലെന്ന് നോക്കാൻ. ഇപ്പം ആണെങ്കിൽ സമയവും ലേറ്റായി, എനിക്ക് ഇത് നോക്കിയിരിക്കാൻ സമയമില്ല. ഞാൻ വിചാരിച്ചു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് രാത്രി എങ്ങാനും നോക്കാം. ഇപ്പം അങ്ങനെ തന്നെ വിരിക്കാമെന്ന് വിചാരിച്ചു. ഇത് നല്ല വൃത്തിയാക്കിയിട്ട് അവിടെ മടക്കി ചുരുട്ടി വെക്കുക. ഇപ്പം ചാടുന്നില്ല, ഇപ്പം കളയണ്ട. നമുക്കില്ലേ പഴയതാണെങ്കിൽ കളയാനൊരു മനസ്സ് വരാണ്ടിരിക്കൽ. അങ്ങനെ ഞാനവിടെ എടുത്തു വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ് ചാടുമായിരിക്കും. അങ്ങനെ കുറച്ച് വെച്ചിട്ട് ചാടുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവില്ല. പക്ഷേ ഇത് കുറേ വർഷമായി, കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുറേ വർഷം പഴകുമ്പോൾ എത്ര നമ്മൾ വൃത്തിയാക്കിയാലും അതിൻ്റെ അടിയിലെല്ലാം അങ്ങനെ പൊടി ഉണ്ടാവും. വെള്ളം ഒഴിച്ച് കഴിക്കുന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അതാ മാറ്റാമെന്ന് വിചാരിച്ചേ. പിന്നെ ഇത് നോക്കുമ്പോൾ രണ്ടും സെയിം കളറായിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, രസമുണ്ട്. കുറച്ചും കൂടി ഡാർക്ക് കളറിനു നല്ല, എന്നാലും രസമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മാറ്റമായില്ലേ, ചെറിയൊരു ചേഞ്ച് വന്നില്ലേ. ഇങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു നല്ലൊരു ഫീലല്ലേ, നല്ലൊരു ഫ്രഷ് ഫീലല്ലേ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടല്ലേ. ഇത് നമ്മൾ നെയ് റോസ്റ്റില്ലേ, ചെറുപയറെല്ലാം ഇട്ടിട്ട് ഉള്ളൊരു നെയ് റോസ്റ്റിൻ്റെ മാവാണ് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കലെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് തലേദിവസം ഞാൻ അരച്ച് വെച്ചതേനു കേട്ടോ.
പക്ഷേ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷൂട്ട് ചെയ്തതിന് ഇപ്പം നല്ല കറക്റ്റായിട്ട് നല്ല പൊങ്ങിയിട്ടെല്ലാം വന്നതിന്. ഇത് ഞാൻ ചെയ്തതിന് ചെറുപയറും പച്ചരിയും ഇല്ലേ, രണ്ടും കൂടി ഒരേ അളവിലെടുക്കണം. നമ്മൾ പച്ചരി വെച്ചിട്ട് മാത്രം ചുടുന്നതിനേക്കാളും നല്ലത് ചെറുപയറും വെച്ചിട്ട് ചുടുന്നതല്ലേ. അപ്പോൾ 1 കപ്പ് പച്ചരിയും 1 കപ്പ് ചെറുപയറും. പച്ചരി എന്ന് പറഞ്ഞാൽ വൈറ്റ് റൈസ്, ഏത് വൈറ്റ് റൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിന്നെ 1/2 കപ്പ് ഉഴുന്ന്. അപ്പോൾ ഈ ഒരളവിലാണ് ഞാനിത് ഉണ്ടാക്കൽ. 1 കപ്പ് ചെറുപയർ, 1 കപ്പ് പച്ചരി, 1/2 കപ്പ് ഉഴുന്ന്, പിന്നെ കുറച്ച് ഉലുവയില്ലേ, അതുണ്ടെങ്കിൽ കുറച്ചിട്ടോ, എന്തായാലും എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ക്രിസ്പിനെസ്സിനും ഒരു നല്ലൊരു കളറിനും വേണ്ടിയിട്ടാണ് ഉലുവ ഇടുന്നത് കേട്ടോ. ഒരു ടീസ്പൂണെല്ലാം മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം കഴുകുക. ഒരു 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും, കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്തിട്ട് വെക്കുക. 3 മണിക്കൂർ കഴിഞ്ഞാൽ എടുത്തിട്ട് അരക്കണം കേട്ടോ. എന്നിട്ട് രാത്രി മൊത്തം വെക്കുക. ഇപ്പോൾ രാവിലെ ചുടാനാണെങ്കിൽ രാത്രിക്ക് അരച്ച് വെക്കുക, രാത്രി ചുടാനാണെങ്കിൽ രാവിലെ അരച്ച് വെക്കുക. ഒരു 10-12 മണിക്കൂർ വെച്ചാലാണ് നല്ലോണം പൊങ്ങിയിട്ടെല്ലാം വരിക. 10 മണിക്കൂറോ 8 മണിക്കൂറായാലും മതി. പക്ഷേ രാവിലെ ചുടണമെങ്കിൽ രാത്രിക്ക് അരച്ച് വെച്ചാൽ മതി. പക്ഷേ ഞാനില്ലേ ഇപ്പം അരക്കുന്നതെന്നറിയാം, ഞാൻ രാത്രി അരക്കാൻ മറന്നുപോയി, ഞാൻ പുറത്ത് പോയി നിന്നു. എന്നിട്ട് സുബൈൻ്റെ സമയത്താണ് അരച്ച് വെക്കുന്നത് രാവിലെ ചുടാൻ വേണ്ടിയിട്ട്. ഒരു 3-4 മണിക്കൂർ അത്രേ ഞാൻ അരച്ച് വെച്ചിട്ട് സമയമായിട്ടുള്ളൂ. നിങ്ങളങ്ങനെ ചെയ്യണ്ട. പിന്നെ അരക്കുമ്പോൾ ഈ സെയിം വെള്ളം തന്നെ വെച്ചിട്ട് അരച്ചാൽ മതി കേട്ടോ. പിന്നെ അരക്കുമ്പോൾ ഓവർ അങ്ങനെ വെള്ളം കൂടി പോകണ്ട, ലൂസായി പോകണ്ട, കുറച്ച് ടൈറ്റിൽ തന്നെ അരച്ച് വെച്ചാൽ മതി. ഞാനൊരു 2 പ്രാവശ്യം അരക്കേണ്ടി വന്നതിന്. പിന്നെ ഈ വെള്ളം തന്നെ യൂസാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. വെള്ളം കാര്യം നമ്മൾ നല്ലോണം കഴുകിയിട്ടല്ലേ അടച്ച് വെക്കാൻ വേണം നിങ്ങൾ കുതിർത്ത് വെക്കുമ്പോൾ. എന്നാൽ പിന്നെ ആ വെള്ളം തന്നെ നമുക്ക് യൂസാക്കാൻ പറ്റും. വെള്ളം കൂടണ്ട, കുറച്ച് കട്ടിയിൽ അരച്ച് വെച്ചാൽ മതി. അറിയുമല്ലോ എല്ലാവർക്കും ഈ നമ്മൾ മസാല ദോശയ്ക്കും നെയ്റോസ്റ്റിനുള്ള ആ ഒരു സെയിം കൺസിസ്റ്റൻസി ഇല്ലേ, അത് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റീന്. 2 പ്രാവശ്യം അരച്ച് വയ്ക്കേണ്ടതല്ലേ. ഇങ്ങനെ ചെറുപയർ കുറച്ച് കൂടുതലെടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അരിനേക്കാളും കുറച്ച് കൂടുതൽ ചെറുപയർ എടുത്താലും ഇത് ശരിയായിട്ട് കിട്ടും. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെറുപയറൊന്നും തിന്നാത്ത കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ അവർക്കാക്കി കൊടുത്താൽ ഇത് സെയിം നെയ്റോസ്റ്റിൻ്റെ എല്ലാം ടേസ്റ്റ് തന്നെയാണ്. നല്ല രസമാണ് കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്നിങ്ങനെ മിക്സ് ചെയ്യുക. കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫെർമെൻ്റായിട്ട് കിട്ടുമല്ലോ, പുളിച്ച് കിട്ടുമല്ലോ. അപ്പോൾ കൈ വെച്ചിട്ട് എല്ലായിടെയും നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെക്കാം. ഇപ്പോൾ രാത്രി വെച്ചാൽ രാവിലത്തേക്ക് നല്ലോണം പൊങ്ങി വരും കേട്ടോ. അപ്പം ഞാനിത് സുബൈൻ്റെ സമയത്ത് വെക്കുന്നുള്ളതുകൊണ്ട് ഓവൻ കുറച്ചൊന്ന് ചൂടാക്കിയിട്ടില്ലേ, ഒന്ന് വാമാക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചൂട് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇവിടെ തണുപ്പാണ്, അല്ലെങ്കിൽ ഇത് പൊങ്ങി വരുകയില്ല. ചൂടാണെങ്കിൽ വേഗം പൊങ്ങിനും, കുറച്ച് മണിക്കൂർ മതി. തണുപ്പായതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നിട്ടാ. അപ്പം അങ്ങനെ ഞാൻ തലേദിവസം ചെയ്ത് വെച്ചതേനു. എന്തായാലും റെസിപ്പി ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ ഇന്ന് ഞാനില്ലേ ചെമ്മീൻ വെച്ചിട്ട് നല്ലൊരു സ്പൈസി മസാല ചെമ്മീൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ ഉണ്ടമുളക് എടുത്തിന്. സാധാരണ നമ്മളെ ഉണക്കമുളകില്ലേ, അത് എടുത്താൽ മതി. ഉണ്ടമുളക് ഒരു കൈപ്പിടി നിറച്ചെടുത്തിന്. നിങ്ങളിപ്പോൾ ഉണക്കമുളക് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 10 എണ്ണം എടുത്തോ. മുളകൊന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നല്ല ചൂടുവെള്ളത്തിലിട്ട് വെച്ചിന്. പിന്നെ ഇതാ ചെമ്മീൻ ഏകദേശം ഇത് 1 കിലോ പോരാ, ഏകദേശം 1 കിലോ തന്നെ ഉണ്ടാവും. അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് 3ഉം കൂടി ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. കാര്യം നമ്മൾ മറ്റേ മുളകും ഇടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഭയങ്കര കൂടണ്ട. ഇനിയിപ്പോൾ ഇത് ഫ്രൈ ആക്കിയെടുക്കാം. ഞാൻ ഇങ്ങനത്തെ ബോട്ടിൽ വെളിച്ചെണ്ണ വാങ്ങിയിട്ടാണ്, മറ്റേ സ്കൂപ്പ് ചെയ്യാൻ ഈസിയുള്ള. ഇനിയിപ്പോൾ അതേ നടക്കൂ.
ഇതിപ്പോൾ ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു വലിയ തക്കാളിയും 2 ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്ത്, വലിയ സൈസില്ലാത്ത, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇത് 4ഉം കൂടി ആദ്യം നമുക്ക് അരച്ചെടുക്കാം. അരച്ചിട്ട് ഇത് ചെയ്യേണ്ടത്, എന്നാൽ ഒരു ചമ്മന്തിൻ്റെ പോലത്തെ ഒരു നല്ല മസാല ടെക്സ്ചറാവും. ഞാനിപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാണ്ട് കേട്ടോ അരച്ച്, വെള്ളം ഒഴിച്ചിട്ട് അരച്ചാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ വീഡിയോയിലെടുത്ത് അരച്ച് വരുമ്പോഴത്തേക്ക് ചെമ്മീൻ്റെ ഒരു സൈഡ് ഒന്ന് കരിയാൻ നോക്കില്ലേനു, പക്ഷെ കരിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഈ ചെമ്മീനൊന്ന് കോരി മാറ്റണം കേട്ടോ. ഞാൻ ചെമ്മീൻ മൊത്തത്തിൽ കുക്ക് ചെയ്തേനെ. പിന്നെ ചെമ്മീൻ പൊരിക്കുമ്പോൾ മുളക് കുറച്ചേ ഇടാവും കേട്ടോ, അല്ലെങ്കിൽ ഈ മുളകും എല്ലാം കൂടി ഭയങ്കര എരിവായിപ്പോവും. അപ്പോൾ ആ മുളകിൻ്റെ വെള്ളം ഞാനൊന്ന് കഴുകിയിട്ട് കളഞ്ഞിന്, എന്നിട്ട് മുളക് മാത്രം ഇതിലേക്ക് ഇട്ടിട്ട് ഈ മുളകും കൂടി നല്ലോണം ഒന്ന് അരക്കുക. ഞാൻ നേരത്തെ സ്ഥലയിലായിട്ടാണ് എല്ലാം ഒക്കെ ഇടാഞ്ഞിന്. നല്ല പേസ്റ്റ് പോലെ അരച്ചാലും പ്രശ്നമില്ല, അല്ലെങ്കിൽ കുറച്ച് തെരതെരിപ്പുണ്ടെങ്കിലും പ്രശ്നമില്ല, എങ്ങനെയായാലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നല്ല എരിവുള്ള നല്ല ചെമ്മീൻ മസാലയാണ്. പിന്നെ ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മസാല അതിലേക്ക് സെയിം പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചിട്ടില്ലേ ഒന്ന് ചൂടാക്കിയെടുക്കുക. ചൂടാക്കിയാൽ മാത്രം പോരാ, ഇത് നല്ലോണം പച്ച സ്മെല്ലെല്ലാം മാറണം. കറിയിൽ മുളകുണ്ട്, പിന്നെ എന്താ പറയുക, തക്കാളിയും ഉള്ളിയും എല്ലാം പച്ചയല്ല നമ്മൾ അരച്ചേ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടില്ലേ ഞാൻ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ തിളപ്പിച്ചിട്ട്, മറ്റേ ഓയിൽ തെളിഞ്ഞ് വരില്ലേ മേലിൽ, വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ട് നിന്നാൽ മതി. എന്നാൽ നല്ലോണം കുക്കാവുകയും ചെയ്യും, ആ പച്ചമണവും മാറും, മേലെ ഓയിലെല്ലാം തെളിഞ്ഞ് വന്ന് നല്ല ടേസ്റ്റാവും. ആ സമയത്ത് മാത്രമേ ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ആദ്യം തന്നെ ചെമ്മീനെല്ലാം ഇട്ട് ഇളക്കി മാറ്റി വെച്ചാലില്ലേ നല്ലോണം ആ മസാലക്കുത്ത് മാറിയിട്ടില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ചെമ്മീൻ ഇട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് ഇളക്കാം. എന്നാൽ ചെമ്മീൻ്റെ ടേസ്റ്റ് എല്ലാം അതിലേക്കെല്ലാം ഇറങ്ങി നല്ല രസമാണ്. ഇതധികം കറി വേണ്ടാത്ത ഫുഡിൻ്റെ ഒക്കെ, പിന്നെ ചോറിൻ്റെ ഒക്കെ ആയാലും നല്ല ടേസ്റ്റാണ്, പിന്നെ ദോശൻ്റെ ഒക്കെ എല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കി നോക്കലില്ലെങ്കിൽ ഒന്ന് ചെമ്മീൻ വാങ്ങുമ്പോൾ ഇങ്ങനെ ആക്കി നോക്ക്. പിന്നെ ഇല്ലേ ഈ മാവ് കുറച്ച് പുളിച്ചിന് കേട്ടോ, വല്ലാണ്ടെങ്കിൽ പുളിച്ച് പൊങ്ങിയിട്ടില്ല, കാര്യം ഞാൻ രാവിലെ എല്ലാം അരച്ച് വെച്ചിന്. എന്നാലും ആ ഒരു അവലിൽ കുറച്ച് ചൂടാക്കി വെച്ചുകൊണ്ടെന്ന് തോന്നുന്നു കുറച്ചെങ്കിലും ഒന്ന് ഫെർമെൻ്റായി വന്നേനെ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ടിട്ടില്ല അരക്കുമ്പോൾ, അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല, ഇതിനേക്കാളും കുറച്ച് ലൂസായാലും ഓക്കെയാണ്. പക്ഷേങ്കിൽ കുറച്ച് ഇതേപോലെ ടൈറ്റിൽ ചുടുമ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. കുറച്ചും കൂടി ലൂസാക്കുകയാണെങ്കിലേ ക്രിസ്പിനെസ് പോവും. അപ്പോൾ ഇങ്ങനെ ചുടുമ്പോൾ പെട്ടെന്ന് നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. ഈ ഗീ റോസ്റ്റ് ആയാലും മസാല ദോശ ആയാലും എല്ലാം ആക്കുമ്പോൾ ഇല്ലേ ഓട് നല്ലോണം നമ്മൾ വെക്കുന്ന പാന് നല്ലോണം ചൂടാക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു മാവ് ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കുക, നല്ല ലോയിലാക്കി വെക്കുക. എന്നിട്ട് മാവ് ചുറ്റിച്ച് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഹൈ ഫ്ലെയിമിലാക്കുക. അങ്ങനെ ആക്കിയാലാണ് നല്ല പെർഫെക്റ്റായിട്ട് ചുറ്റിക്കാനും പറ്റുക. ചുറ്റിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് മുരിഞ്ഞ് വരികയും ചെയ്യാം. പിന്നെ മൊത്തത്തിൽ ഗീ ആക്കി കൊടുക്കണം. ഏറ്റവും ടേസ്റ്റ് ഗീ ആക്കുമ്പോൾ നെയ്യ് ആക്കുമ്പോൾ, അല്ലെങ്കിൽ ബട്ടർ യൂസ് ആക്കുക, അല്ലെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണോ ഇംഗ്ലീഷ് ഇഷ്ടത്തിന് യൂസ് ആക്കുക. പക്ഷെ ഏറ്റവും ടേസ്റ്റ് ഗീ യൂസ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലോണം കളറ് മാറിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വേണം എടുക്കാം. ഇതല്ലെങ്കിൽ സാധാരണ തട്ടുദോശയിലാക്കൂലേ, കുറച്ച് കനം കുറച്ചിട്ട്, കനം കുറച്ചിട്ടല്ല, കനം കൂട്ടിയിട്ട് തന്നെ ചെറിയ തട്ടുദോശയിലാക്കൂലേ, അതുപോലെ വേണമെങ്കിലും ആക്കാം കേട്ടോ. പക്ഷെ നമുക്കിങ്ങനെ നല്ല നേരിയ ഗീ റോസ്റ്റ് പോലെ ആക്കുന്ന ഇഷ്ടം. ഈ സെയിം മാവ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ദോശ ഉണ്ടാക്കാം. പിന്നെ ഇല്ലേ ഇത് എനിക്ക് ഇന്നലെ വന്ന പാഴ്സലിന് ഞാൻ കിച്ചണിലേക്ക് ഒരു സ്റ്റാൻഡ്, നമ്മൾ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിൽ വെക്കൂലേ ചെറിയൊരു സ്റ്റാൻഡ്, ചെറുതല്ല ഇത് വലുതാണ്. അങ്ങനെ ഒരു സ്റ്റാൻഡ് ഞാൻ ഓർഡർ ചെയ്തതാണ്. കുറേ മോഡൽ ഞാൻ നോക്കി, ഞാൻ കുറേ അതിന് വിചാരിക്കുന്നത് ഒരു സ്റ്റാൻഡ് വേണം, അങ്ങനെ അതിൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ വെക്കാനെന്നെല്ലാം. അങ്ങനെ ഞാൻ കുറേ തപ്പി ലാസ്റ്റ് കുറച്ച് എനിക്ക് വലിയ സൈസും വേണേനു. അങ്ങനെ ഞാൻ അളവെല്ലാം നോക്കി, ഏകദേശം ഇതിൽ മെഷർമെൻറ്റിൽ ഉണ്ടാവുമല്ലോ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഓൺലൈനിൽ. അപ്പോൾ അങ്ങനെ മെഷർമെൻറ്റെല്ലാം നോക്കി എൻ്റെ തട്ടിൻ്റെ മേലെ വെക്കാൻ പറ്റും എന്നെല്ലാം ഞാൻ ഏകദേശം അളവെല്ലാം എടുത്ത് നോക്കി ഓക്കെ ആയിട്ട് അങ്ങനെ ഓർഡർ ചെയ്തതേനു. ഇത് നോക്കുമ്പോൾ കുറേ പീസായിട്ട് വന്നേനെ. എനിക്ക് ഈ സ്ക്രൂ ഇട്ട് ഫിറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊന്നും എനിക്ക് വലിയ ഇഷ്ടമല്ല. എനിക്ക് സ്ക്രൂ എല്ലാം കാണുമ്പോൾ എന്നെ തലറങ്ങും. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ഇതാണ് കേട്ടോ. ഇതെല്ലാം മിക്കവാറും ഇക്ക് തന്നെ ചെയ്തു തരല്. പിന്നെ ഇന്നൊക്കെ പള്ളിയിൽ പോയ ഗ്യാപ്പിൽ ഞാൻ തന്നെ അങ്ങ് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരുന്നതാണ്. പിന്നെ എന്താ പറയുക, കിച്ചണിലേക്കുള്ള സാധനമായതുകൊണ്ട് ഇതെങ്ങനെ ഉണ്ടാവും, ഇത് ഫിറ്റ് ചെയ്താൽ എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ തന്നെ വേഗം ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരുന്നേ എന്നിട്ടാണ്. പക്ഷെ പ്രശ്നമില്ല, വേഗം ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ നോക്കി അങ്ങനെ സെറ്റ് ചെയ്താൽ മതി.
പിന്നെ ഇല്ലേ ഞാനിപ്പോൾ ഇട്ട ഡ്രസ്സില്ലേ, ഈ ഡ്രസ്സ് എനിക്ക് ഒരു ജാസി ഓൺലൈൻ ബുട്ടിക്കിന് സെൻഡ് ചെയ്ത് തന്നതാണ്. അവർ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. അവരിൽ കുറേ മോഡലുണ്ട് ഇതേപോലത്തെ ഡ്രസ്സ്. ഇതിൻ്റെ തന്നെ കുറേ കളർ ചേഞ്ച് ഉണ്ട്. പിന്നെ കുറേ മാക്സി ഡ്രസ്സിൻ്റെ കളക്ഷൻ അവരിലുണ്ട്. ഇത് നല്ല അടിപൊളി ഒരു ഡ്രസ്സാണ്. ഇത് നമുക്ക് പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഇന്ന് ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് വരുന്നുണ്ട്. നല്ല കംഫർട്ടബിളുമാണ് ഇടാൻ, നല്ല മെറ്റീരിയലുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ജോയിൻ ചെയ്ത് നോക്ക്. കുറേ അടിപൊളി ഡ്രസ്സ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഊരണ്ടേന്ന് വന്നിട്ടില്ല, എല്ലാം കറക്റ്റായിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റീന് കേട്ടോ. നല്ല രസമില്ല കാണാൻ, നല്ല സ്ട്രോങ് വന്നിട്ട് ഇത് ഫിറ്റ് ചെയ്ത് വന്ന് നോക്കുമ്പോൾ നല്ല എന്താ പറയുക, നല്ലോണം കുറേ സാധനങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. നല്ല സ്ട്രോങ്ങാണ്. അപ്പം ഇതിന് കിച്ചണിലൊന്ന് കൊണ്ടുപോയിട്ട് വെക്കണം. പിന്നെ ഇതിപ്പോൾ ഫിറ്റ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ കറക്റ്റ് സൈസല്ലാന്നെങ്കിൽ വെക്കാം, അല്ലെ റിട്ടേൺ ആക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ അടിപൊളിയാണ്, നല്ല രസമുണ്ട്. പക്ഷേ ഞാനെല്ലാം കറക്റ്റ് വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ. ഞാൻ ട്രെൻഡുകളിൽ നിന്ന് വാങ്ങിയതേനു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാനില്ലേ കുറച്ച് ദിവസം മുന്നേ ഉള്ളൊരു ക്ലിപ്പാണ് ഇപ്പോൾ ഷെയർ ആക്കുന്നത്. ഇത് ഉമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടേനു, ഇക്കാൻ്റെ ഉമ്മ. പക്ഷേ ഇവിടെ നമ്മളെ റൂമിൽ വന്നിട്ടില്ല, ഇൻഷാല്ലാ വരും. പക്ഷേങ്കിൽ ഉമ്മ വരുമ്പോൾ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളാണ് ഇതെല്ലാം. ഒരു കൽത്തപ്പം എന്ന് പറഞ്ഞൊരു കൽത്തപ്പമല്ല, കിണ്ണത്തപ്പം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പിന്നെ ക്യാരറ്റ് ഹൽവ ഉണ്ട്, പിന്നെ ബീഫുണ്ട്, പിന്നെ ഉണ്ണിയപ്പം, ഉന്നക്കായി, ഇറച്ചിപ്പത്തിൽ, കല്ലുമ്മക്കായി, കറിവേപ്പില, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇത് അമ്മായിൻ്റെ വീട്ടിൽ നിന്നും എല്ലാം ഇങ്ങനെ കൊടുത്തയച്ചതാണ്. ഉമ്മ വരുമ്പം എൻ്റെ അമ്മായിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചതുമുണ്ട്, ഉമ്മ കൊണ്ടുവന്നതുമുണ്ട്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ഇത് കുറേ ദിവസം മുന്നേ അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്തതേനു കേട്ടോ. ഇന്ന് ഞാനിപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അവർ വരുമ്പം കൊണ്ടുവന്ന് തന്നെയാണ് ഞാൻ നേരത്തെ കാണിച്ച ഡ്രസ്സും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നെയായിരുന്നു. പിന്നെ കല്ലുമ്മക്കായി ഞാൻ അന്നേരം തന്നെ ഫ്രൈ ആക്കുന്നുണ്ട്. ഇത് ഇക്കടെ ഇല്ലാത്ത സമയത്തേനും അങ്ങനെ വന്നിട്ടാ. പിന്നെ കല്ലുമ്മക്കായെല്ലാം നമ്മൾ തന്നെ കഴിച്ച്. പിന്നെ ഇത് ബീഫ് ഉണ്ടേനു, ബീഫ് ഇങ്ങനെ വരട്ടിച്ച് കൊണ്ടുവരില്ലേ, അങ്ങനെ കൊണ്ടുവന്നതാണ്. പക്ഷേ ആ സമയത്ത് നമുക്കെല്ലാം നല്ല പനിയും അങ്ങനെ സൈഡായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ബീഫിൻ്റെ തന്നെ ശരിക്കും ടേസ്റ്റ് എന്താണെന്ന് പോലും അറിഞ്ഞിട്ടില്ല. പക്ഷേങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഞാൻ അങ്ങനെ കഴിക്കെല്ലാം ചെയ്തേനെ. പിന്നെ ഇതും അന്നേരം തന്നെ ഉമ്മാൻ്റെ അടുത്ത് എൻ്റെ പുരക്കിൽ നിന്ന് കൊടുത്തയച്ച കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. നാട്ടിൽ നിന്ന് ഇപ്പോൾ കൊണ്ടുവരുമ്പോൾ വെയിറ്റ് എല്ലാം കുറച്ചല്ലേ എടുക്കാൻ പറ്റുന്നുള്ളൂ. എന്നാലും എനിക്ക് അർജൻറ്റുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു കേട്ടോ. പക്ഷേ ഫുഡ് ഐറ്റംസ് അങ്ങനെയൊന്നും ഉമ്മ ആക്കിയിട്ട് കൊടുത്തയച്ചിട്ടൊന്നുമില്ല. എന്തായാലും എടുക്കാൻ പറ്റില്ലല്ലോ. ഇത് മൈക്കാണ് കേട്ടോ. എൻ്റെ ആദ്യത്തെ മൈക്ക് കേടായിപ്പോയി, വെടക്കായിപ്പോയി. അതുകൊണ്ട് പുതിയ മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്, റിവ്യൂ ചെയ്യേണ്ട കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്. പിന്നെ ഇതാ കുറച്ച് ബേക്കറി ഐറ്റംസ് ആണ്, 2-3 പാക്കറ്റ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ആട്ടോ, അങ്കും ഇക്കാക്കും ഇവർക്കും ഇഷ്ടമുള്ള. ഇതിൽ ലൊട്ട എന്ന് പറയുന്ന സാധനമുണ്ട്, അത് ഇക്കാൻ്റെ ഫേവറേറ്റാണ്. പിന്നെ ഒരു കൂന്തി ഉണ്ടാകുന്ന നമ്മൾ പറയാം. പിങ്ങളെ നാട്ടിലല്ലേ ഇനി എന്താ പറയാമെന്നറിയില്ല. ഈ എൻ്റെ കൈമലുള്ള സാധനം അത് എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. പിന്നെ ഇന്നൂനും ആലോനും നമ്മളെ തേനുണ്ട. അപ്പം തേൻമിഠായില്ലേ, അതെല്ലാം അന്ന് കൊടുത്തയച്ചിന്. പിന്നെ ഈ ഡ്രസ്സ് ഞാൻ ഇന്നിട്ടത് അതങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതേനു. പിന്നെ വേറെ 1-2 ഐറ്റംസും കൂടി ഉണ്ട്. ഇതില്ലേ പാസ്പോർട്ട് കവറാണ് ഇന്നൂനും ആലൂനും ഉള്ളത്. പക്ഷേ ഇത് ഏത് പേജിൽ നിന്നാണ് സെൻഡ് ചെയ്ത് തന്നെ നമുക്ക് ഓർമ്മയില്ല. ഇത് സെൻഡ് ചെയ്ത് തന്നവർ പ്ലീസ് ഒന്ന് എനിക്ക് മെസ്സേജ് ചെയ്യണേ. ഞാൻ മുന്നേ മെസ്സേജ് ചെയ്തതിനു കോൺടാക്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ അവരൊന്ന് മെസ്സേജ് ചെയ്യണേ. എനിക്ക് സാധനം എൻ്റെ കൈമിൽ കിട്ടീനെ, പക്ഷേങ്കിൽ ഇത് സെൻഡ് ചെയ്ത് തന്നവരെ കോൺടാക്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ഇതെല്ലാം കേട്ടോ കൊടുത്തയച്ചത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഇത്രയെല്ലാം തന്നെ വിശേഷങ്ങളുള്ളൂ. പിന്നെ മെയിൻ ആലുവിന് കൊള്ളിമുട്ടായി കൊടുത്തയച്ചു. ആലുവിന് കൊള്ളിമുട്ടായി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അന്നേരം അത് ഓൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഓളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ്. ഇന്നൂനും ആലോനും കൂടി ഒരു 5-10 എണ്ണം കൊടുത്തയച്ചിന്. പക്ഷേ ഇവർക്ക് ഇതെല്ലാം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ. ഇവിടെ കിട്ടുന്നത് തന്നെയാണ്. പക്ഷേ നാട്ടിൽ നിന്ന് കൊടുത്തയക്കുമ്പം അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ. അപ്പോൾ ഇത്രയെല്ലാം തന്നെയുള്ളൂ ഇന്നത്തെ വ്ളോഗിൽ. ഇൻഷാല്ലാ ഇനിയും പുതിയ റെസിപ്പീസും വ്ളോഗ്സിലായിട്ട് കാണാം. താങ്ക് യു, ബൈ. ആരോട് താങ്ക് യു? ചിത്തത്തിനോടാ?
ഞാൻ കൂരമാക്കി പോവും. കൂരമുക്കില്ല പോണാ പോവാൻ പുതിയായാ ഓ പോവാട്ടാ പോയേ എപ്പോ പോണ്ടേ പോയിട്ട് കുറേ ദിവസം നിൽക്കണ ബാപ്പച്ചിനെ കൂട്ടണ എത്ര ദിവസം നിൽക്കണ്ട അപ്പൊ സ്കൂൾ എന്നയ്യാ എനിക്ക് വേണം ഉമ്മക്ക് വേണമെന്നല്ല ഉണ്ട് എനിക്ക് വേണം സ്കൂൾ എന്നയ്യാ വെക്കേഷൻ ആവട്ടെ കേട്ടാ വെക്കേഷനായിട്ട് പോയാ ഇപ്പൊ 12 days ആ വെക്കേഷന് വരും പിന്നെ നമുക്ക് 2 months 2 months വെക്കേഷന് പോവാ കേട്ടാ. 2 months